മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് വൻ പടപ്പുറപ്പാടാണ്. മന്ത്രിസഭയെ നോക്കുകുത്തിയാക്കി മുന്നോട്ടു പോകുന്ന സതീശന്റെ ഏകാധിപത്യ നടപടിക്ക് മൂക്കുകയറിടാൻ കോർ കമ്മിറ്റി രൂപീകരിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം. കർണാടകയിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഡി.കെ. ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള കർണാടകയിലെ പുതിയ കോൺഗ്രസ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനായി ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയിരുന്നു. ഇതേ മോഡലിൽ കേരളത്തിലും ഒരു കോർഡിനേഷൻ കമ്മിറ്റി വേണമെന്നതാണ് കോൺഗ്രസ് മന്ത്രിമാരുടെയും എം.എൽ.എമാരുടെയും നിലപാട്. ഈ ആവശ്യം ഉന്നയിച്ച് ഹൈക്കമാൻഡിനെ കാണാനാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ സ്റ്റൈലിൽ മറ്റു മന്ത്രിമാരെയും നേതാക്കളെയും നോക്കുകുത്തിയാക്കി ഏകാധിപത്യ ശൈലിയിൽ മുന്നോട്ടു പോകാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കം തുടക്കത്തിലേ തടഞ്ഞില്ലെങ്കിൽ വൻ പ്രത്യാഘാതമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് എം.പിമാരും നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ അറിയാതെ മുഖ്യമന്ത്രി ഇടപെട്ട് കളക്ടർമാരെ മാറ്റിയതും പി.കെ. കുഞ്ഞാലിക്കുട്ടി അറിയാതെ പുതിയ വ്യവസായ വകുപ്പ് ഡയറക്ടറെ നിയമിച്ചത് മുസ്ലിം ലീഗിനെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ചുമതല പൊതുഭരണ വകുപ്പിനായതിനാൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ആ അധികാരം ദുരുപയോഗം ചെയ്യുന്നതായാണ് ഉയർന്നിരിക്കുന്ന ആക്ഷേപം. സസ്പെൻഷനിൽ തുടരുന്ന IAS ഓഫീസർമാരായ ബി അശോകിനെയും പ്രശാന്തിനെയും സർവീസിൽ തിരിച്ചെടുക്കാത്തതും മുഖ്യമന്ത്രിക്കെതിരായ വികാരമായാണ് ഉയർന്നിരിക്കുന്നത്. ബി അശോകിനെ ആഭ്യന്തര സെക്രട്ടറിയായി നിയമിക്കണമെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ആവശ്യത്തിനു മേലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുഖം തിരിച്ചതായാണ് ലഭിക്കുന്ന വിവരം. ഇത് സീനിയർ നേതാവായ രമേശ് ചെന്നിത്തലയെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. പരസ്പര ധാരണയും ചർച്ചയും ഏകോപനവും ഇല്ലാത്തതിനാൽ പോലീസ് ഉന്നതതലത്തിലെ അഴിച്ചുപണിയും നീളുകയാണ്. ഇപ്പോഴും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് തുടരുന്നത്. ഇത് UDFന്റെ പോലീസ് നയം നടപ്പാക്കാൻ തടസ്സമായി മാറുന്നുണ്ട് എന്നത് ഉന്നത നേതാക്കൾ തന്നെ തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. മുഖ്യമന്ത്രി ഏകപക്ഷീയമായി IAS IPS നിയമനങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലെന്ന കടുത്ത നിലപാടിലാണ് ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുള്ളത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പ്രധാന IAS IPS ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങൾ പോലും ക്യാബിനറ്റിൽ പോലും വെക്കാതെ അദ്ദേഹത്തിന്റെ ഓഫീസ് തീരുമാനമെടുത്ത് നടപ്പാക്കുന്ന രീതിയാണ് പിന്തുടർന്നിരുന്നത്. P. ശശി അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം നിയമനങ്ങൾ നടത്തിയതും ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ്. ഇക്കാര്യത്തിൽ CPM നേതൃത്വത്തിന് തന്നെ കടുത്ത എതിർപ്പുമുണ്ടായിരുന്നെങ്കിലും പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല. ഈ മോഡൽ നടപ്പാക്കാനാണ് ഇപ്പോൾ വി.ഡി. സതീശൻ ശ്രമിക്കുന്നത്. ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് ചീഫ്, വിജിലൻസ് ഡയറക്ടർ തസ്തികകളിലെ നിയമനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ താല്പര്യം നിർണായകമാണെങ്കിലും മറ്റു ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങളിൽ മുഖ്യമന്ത്രി കൈകടത്തുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന ചോദ്യമാണ് മന്ത്രിമാരിൽ നിന്നും ഉയരുന്നത്. ഇക്കാര്യത്തിലെ പരാതി AICC ജനറൽ സെക്രട്ടറി K.C. വേണുഗോപാലിന്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. സർക്കാർ അധികാരം ഏറ്റെടുത്ത് കുറച്ചു ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നതിനാൽ പരസ്യമായ പ്രതികരണം ഒഴിവാക്കാനാണ് AICC നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. മുഖ്യമന്ത്രി ഇതേ ശൈലിയിലാണ് ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ അപ്പോൾ ഇടപെടാമെന്നതാണ് ഹൈക്കമാൻഡ് നിലപാട്. പൊട്ടിത്തെറി ഒഴിവാക്കാൻ കർണാടക മോഡൽ കോർ കമ്മിറ്റി ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് K.C. വേണുഗോപാലിന് അനുകൂല നിലപാടാണ് ഉള്ളത്. ഇതുവഴി മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കാൻ പറ്റുമെന്നതാണ് കണക്കുകൂട്ടൽ. ഇനി അഥവാ സതീശൻ ഇതിനും വഴങ്ങിയില്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവമായി തന്നെ അപ്പോൾ ചർച്ച ചെയ്യാമെന്നതാണ് ഹൈക്കമാൻഡ് നിലപാട്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ വി.ഡി. സതീശന് നൽകിയ പിന്തുണ ഇനിയൊരു തർക്കമുണ്ടായാൽ അദ്ദേഹത്തിന് ലഭിക്കില്ലെന്ന കണക്കുകൂട്ടലും സതീശന് വിരുദ്ധ ചേരിക്കുണ്ട്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ നിയമിച്ചതും തുഷാർ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയും വ്യവസായ വകുപ്പ് ഡയറക്ടറെ കുഞ്ഞാലിക്കുട്ടി അറിയാതെ മാറ്റിയതുമെല്ലാം തന്നെ ലീഗിന്റെ കടുത്ത എതിർപ്പിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ പിന്തുണ എന്തായാലും ലീഗിൽ നിന്നും ഇനി മുഖ്യമന്ത്രി പ്രതീക്ഷിച്ചിട്ടു കാര്യമില്ല. ഒരു വർഷത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും വി.ഡി. സതീശനെ പുകച്ച് പുറത്ത് ചാടിക്കുക എന്നത് കോൺഗ്രസിലെ സതീശൻ വിരുദ്ധ ചേരിയുടെ ലക്ഷ്യമാണ്. ഈ പോക്ക് പോയാൽ അതിനുള്ള അവസരം അധികം താമസിയാതെ തന്നെ സതീശനായിട്ട് തന്നെ ഉണ്ടാക്കി തരുമെന്നാണ് ഈ വിഭാഗം കരുതുന്നത്. മന്ത്രിസഭയിൽ സതീശൻ വിഭാഗം എന്ന് പറയാൻ സതീശൻ മാത്രമാണ് നിലവിലുള്ളത്. K. മുരളീധരനെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാവർക്കും കൃത്യമായ നിലപാട് സതീശന്റെ കാര്യത്തിലുണ്ട്. അത് സതീശന് വിരുദ്ധ നിലപാടാണ് എന്നതും പകൽ പോലെ വ്യക്തമാണ്. K.C. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ് കോൺഗ്രസ് മന്ത്രിമാരിൽ ഭൂരിപക്ഷവും. K.C.യുടെയും V.D.യുടെയും നേതാവായ രമേശ് ചെന്നിത്തലയാകട്ടെ ഒറ്റയാനായാണ് മന്ത്രിസഭയിൽ നിൽക്കുന്നത്. ആഭ്യന്തരവും വിജിലൻസും കൈവശമുള്ളതിനാൽ ഈ ഒറ്റയാനിൽ മറ്റുള്ളവർക്കൊരു ഭയമുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. സതീശനെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് K.C. വിഭാഗം പിന്തുണയ്ക്കുക രമേശ് ചെന്നിത്തലയായിരിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കാൻ സാധ്യതയുള്ളതിനാൽ ആ ഘട്ടത്തിൽ മാസായി തന്നെ കേരളത്തിൽ ലാൻഡ് ചെയ്യാമെന്നതാണ് K.C. വേണുഗോപാലിന്റെ നിലപാട്.